റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നാം ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും, പ്രത്യേകിച്ച് നമ്മുടെ സ്വകാര്യ ജീവിതങ്ങളിലെല്ലാം കാത്തു സൂക്ഷിക്കണേ എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നാം ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടിൽ ഈ പ്രകൃതിയിൽ സംഭവിക്കുന്ന സകല മാറ്റങ്ങളും, അത് കാലാവസ്ഥയിൽ ഓരോ കാലഘട്ടങ്ങളിലും സംഭവിക്കുന്ന മാറ്റങ്ങളിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിലെല്ലാം ചില ഗുണപാഠങ്ങൾ ഉണ്ട് എന്നാണ്. നമുക്ക് ആ ഗുണപാഠങ്ങളെ കൃത്യമായി കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്തുൽ നൂറിലെ 44-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാർ, രാവും പകലും മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാഹുവാണ്. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ, കണ്ണുള്ളവർക്ക് ഈ കാര്യങ്ങളിലെല്ലാം ഗുണപാഠങ്ങളുണ്ട് എന്നാണ്. അപ്പോൾ പ്രകൃതിയിൽ നടക്കുന്ന ഏതൊരു മാറ്റത്തിന്റെ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴും വിശ്വാസികൾക്ക് അതിൽ ചില പാഠങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നാണ്. നമുക്കറിയാം, നമ്മുടെ നാട് അത് രാവ് പോയി പകൽ, അല്ലെങ്കിൽ പകൽ പോയി രാവ് വരുന്നു, തണുപ്പുകാലം മാറി ചൂടുകാലം വരുന്നു, മഴക്കാലം മാറി വേനൽക്കാലം വരുന്നു. ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ മാറി മാറി വരുമ്പോഴും വിശ്വാസികളെ അതിൽ നിന്ന് ചില ചിന്തകൾ, ചില ഇബ്രത്തുകൾ, ചില ഗുണപാഠങ്ങൾ കണ്ടെത്തുകയും അത് ഉൾക്കൊള്ളുകയുമാണ് വിശ്വാസികൾ ചെയ്യുക. നമുക്കറിയാം, അതിശക്തമായ ചൂടുകാലത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അവിടെ ഈ കാര്യത്തിൽ നമ്മൾ ഈ ചൂടിന്റെ പ്രയാസത്തെ പറ്റി നമ്മൾ പിന്നെ ആളുകൾ കൂടിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ പരസ്പരം നമ്മൾ പറയാറുണ്ട്. ചൂടിന്റെ കടുപ്പം, പ്രത്യേകിച്ച് ഉച്ച സമയങ്ങളിലൊക്കെ നമ്മൾ പിന്നെ ബൈക്കിലും അതല്ലെങ്കിൽ നടന്നിട്ടും അല്ലാതെയും ഒക്കെ പുറത്തിറങ്ങി യാത്ര ചെയ്യുമ്പോൾ ആ ചൂടിന്റെ കാഠിന്യത്തെയാണ് നമ്മൾ സംസാരിക്കുന്നത്, അതിന്റെ പ്രയാസമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയിലെ ഈ മാറ്റങ്ങളിൽ, ഒരു അതിശക്തമായ ചൂടുകാലത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ ഒരു സംഗതിയിലൂടെ, ഈ മാറ്റത്തിലൂടെ പിന്നെ വിശ്വാസികൾ കണ്ടെത്തേണ്ടത് താൻ പഠിക്കേണ്ട പാഠം എന്താണ് ഈ കാര്യത്തിലൂടെ എന്നാണ് അവൻ പഠിക്കാൻ ശ്രമിക്കേണ്ടത്. ഇവിടെ നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി 13.5 ലക്ഷം ഭൂമിയെ അടുക്കി വെക്കാൻ മാത്രം സ്ഥലമുണ്ട് സൂര്യനിൽ എന്നാണ്. അത്രയും വലിപ്പം സൂര്യനുണ്ട് എന്നാണ്. നമ്മൾ ജീവിക്കുന്ന ഇതേപോലെയുള്ള 13.5 ലക്ഷം ഭൂമിയെ വെക്കാൻ മാത്രം സ്പേസ് ഉണ്ട് ഈ സൂര്യന്. എന്നാൽ ആ സൂര്യന്റെ വ്യാപ്തി ഇത്ര വലുതാണെങ്കിലും കേവലം ഒരു ചെറിയ ഗോളമായി, ഒരു ചെറിയ പന്തിന്റെ ആകൃതിയിൽ, വലിപ്പത്തിൽ നമ്മൾ ഭൂമിയിൽ നിന്ന് സൂര്യനെ നോക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അതൊരു കൊച്ചു ഗോളമായി നമ്മൾ ഭൂമിയിൽ നിന്ന് കാണുന്നത്? ഇത്ര വലിപ്പമുള്ള സൂര്യനേക്കാൾ ഭൂമിയേക്കാൾ 13.5 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള സൂര്യനെ ഇത്ര ചെറിയൊരു പന്തിന്റെ വലിപ്പത്തിൽ നമ്മൾ കാണുന്നത് എത്രയോ കിലോമീറ്ററുകൾ അകലെയാണ് ഭൂമിയിൽ നിന്ന് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ എത്ര അകലമായിരുന്നാലും അതിന്റെ ചൂട് നമുക്ക് പലപ്പോഴും സഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എത്ര അകലെ നിന്ന് സൂര്യൻ നന്നായി പ്രകാശിക്കുമ്പോഴും ഇത്ര കഠിനമായ ചൂട് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത്, സൂര്യൻ അസ്തമിച്ചു പോയാലും ചൂടിൽ നിന്നുള്ള ആ ഉഷ്ണം രാത്രിയിൽ പോലും നിലനിൽക്കുകയാണ്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അവിടെ കറണ്ടൊന്നു പോയാൽ, അല്ലെങ്കിൽ ചൂടിന് ആശ്വാസം കണ്ടെത്താൻ നമ്മൾ സ്വീകരിച്ച ഭൗതികമായ സംവിധാനങ്ങൾ ഓഫാകുമ്പോൾ നമുക്ക് ഉറക്കം വരുന്നില്ല, നമ്മൾ പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. എന്നാൽ നമ്മൾ തണുപ്പേകാൻ സ്വീകരിച്ച സംവിധാനങ്ങൾക്ക് പോലും പലപ്പോഴും നമ്മുടെ ചൂടിന് പൂർണ്ണമായ ആശ്വാസമേകാൻ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ വസ്തുത, സൂര്യൻ ഇതിനേക്കാൾ ചൂടനുഭവിക്കേണ്ടി വരുന്ന ഒരു ലോകം വരാനുണ്ട് എന്നാണ്. ഈ സൂര്യനിൽ നിന്ന് ഇതിനേക്കാൾ അതിശക്തമായ ചൂട് മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു ലോകം വരാനുണ്ട്. ഈ സൂര്യൻ ഇതിനേക്കാളും മനുഷ്യനിലേക്ക് അടുപ്പിക്കപ്പെടുന്ന, അതിന്റെ ഡിസ്റ്റൻസ് അടുത്തു വരുന്ന ഒരു ലോകം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വരാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല
ആ ഒരു ലോകത്തെ പറ്റി നമുക്ക് പറഞ്ഞു തന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ആ ലോകത്തെ പറ്റി നമുക്ക് വിവരിച്ചു തന്നു. മനുഷ്യനിലേക്ക് സൂര്യൻ അടുപ്പിക്കപ്പെടുമെന്നാണ്. എത്ര കിലോമീറ്ററുകൾ അകലയിൽ നിൽക്കുന്ന ആ സൂര്യന്റെ ചൂട് താങ്ങാൻ പറ്റാത്ത നമുക്ക് നാളെ പരലോകത്ത് മഹ്ശറിൽ നിൽക്കുന്ന സമയത്ത് ആ സൂര്യൻ എത്രയാണ് ഉയർന്നു നിൽക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, തുദിന ശംസ യൗമൽ ഖിയാമത്തി മിനൽ ഖൽഖ്. അതെ, സൃഷ്ടികളിലേക്ക് സൂര്യൻ ഖിയാമത്ത് നാളിൽ അടുപ്പിക്കപ്പെടും. സൃഷ്ടികളിലേക്ക് അടുത്തു വരും സൂര്യൻ. എത്രയാണ് അടുത്തു വരിക? 1 മീൽ എന്ന് ഹദീസിൽ പ്രയോഗം കാണാം. മുൻഗാമികളായ പണ്ഡിതന്മാർ അതിന് വെച്ച വിശദീകരണം നമ്മൾ കണ്ണിൽ സുറുമയിടാൻ ഉപയോഗിക്കുന്ന കൊള്ളിക്ക് മീൽ എന്ന പ്രയോഗിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ മഹ്ശറിൽ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ ഓരോരുത്തരും താൻ ചെയ്ത പാപങ്ങളുടെ തോതനുസരിച്ച് വിയർപ്പിൽ മുങ്ങി നിൽക്കുകയാണ്. ചിലർ നിര്യാണി വരെ, ചിലർ കാൽമുട്ട് വരെ, ചിലർ അര വരെ, ചിലർ കഴുത്ത് വരെ, ചിലർ പൂർണ്ണമായി മുങ്ങിയിട്ടുണ്ട്. അവൻ ദുനിയാവിൽ ചെയ്തു വെച്ച പാപക്കറകളുടെ തോതനുസരിച്ചാണ് അവിടെ പരലോകത്ത് മഹ്ശറിൽ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നത്. അവിടെ സൂര്യൻ 1 മീൽ, അതായത് സുറുമയുടെ ആ വലിപ്പം എത്രയാണ് അകലത്തിന്റെ അത്ര അകലത്തിൽ, അല്ലെങ്കിൽ ഒരു ചാൺ ഉയരത്തിൽ സൂര്യൻ കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യന്റെ ചുവട്ടിലാണ് നമ്മൾ മഹ്ശറയിൽ വിചാരണ കാത്ത് നിൽക്കേണ്ടി വരിക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ ചെറിയ ചൂട് പോലും വലിയ പ്രയാസങ്ങൾ നമുക്ക് സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ, അതൊരു വലിയ സംഗതിയായി നമ്മൾ എടുത്തു പറയുന്നുണ്ടെങ്കിൽ, ഇതിനേക്കാളും ചൂട് അനുഭവിക്കേണ്ടി വരുന്ന, ഇതിനേക്കാളും നമ്മളിലേക്ക് സൂര്യൻ അടുപ്പിക്കപ്പെടുന്ന ലോകത്ത് ആശ്വാസത്തിന്റെ തണുപ്പേകാൻ, തണലേകാൻ ഞാനും നിങ്ങളും എന്ത് സംവിധാനങ്ങളാണ് സ്വീകരിച്ചത് എന്നാണ്. ഇവിടെ നമ്മൾ ചൂട് ഏൽക്കുമ്പോൾ നമ്മൾ പള്ളിയിലേക്ക് കയറിയാൽ നമ്മൾ AC ആണ്, വീട്ടിലേക്ക് കയറിയാൽ നമ്മൾ ഫാൻ ഓൺ ചെയ്തിടും, അതല്ലെങ്കിൽ തണുപ്പേകുന്ന സംവിധാനങ്ങളെല്ലാം നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, മഹ്ശറയിൽ രക്ഷപ്പെടാൻ എന്ത് സംവിധാനമാണ് ഈ അതിശക്തമായ ചൂടിനെ പ്രതിരോധിക്കാൻ ഞാനും നിങ്ങളും ഉണ്ടാക്കി വെച്ചത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒരു ഹദീസിൽ 7 വിഭാഗം ആളുകൾക്ക് അർശിന്റെ തണൽ കിട്ടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. 7 ടീമിന് അർശിന്റെ തണൽ കിട്ടും. അതിശക്തമായ ചൂടനുഭവിക്കുമ്പോൾ 7 വിഭാഗത്തെ അർശിന്റെ തണലിലേക്ക് മാറ്റി നിർത്തപ്പെടും. ആരാണ് 7 വിഭാഗം? അള്ളാഹുവിന്റെ തണലല്ലാതെ മറ്റൊരു തണലും ലഭിക്കപ്പെടാത്ത ആ മഹ്ശറിൽ തണൽ ലഭിക്കപ്പെടുന്നത് ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരിയാണ്. ഭരണാധികാരിയിൽ മാത്രമാണോ? അവിടെ തന്റെ കയ്യിൽ അധികാര പദവിയിൽ കിട്ടിയ, താൻ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട വീട്, സമൂഹം, അതേപോലെ തന്നെ തന്റെ കീഴിലുള്ള ആളുകൾ, അവിടെയെല്ലാം നീതിപൂർവമായി ഇടപെടുന്ന ആളുകൾക്ക് അർശിന്റെ തണൽ കിട്ടുന്നാണ് പറഞ്ഞത്. രണ്ടാമത്തത് അള്ളാഹുവിന് ഇബാദത്ത്, വശാബുൻ നശാഫി ഇബാദത്ത് റബ്ബിഹി, റബ്ബിന് ഇബാദത്ത് ചെയ്ത് തന്റെ യുവത്വ കാലഘട്ടം അങ്ങനെ വളർന്നൊരു യുവാവ്, അവനും അർശിന്റെ തണലുണ്ട്. അതാണ് രണ്ടാമത്തെ ടീമിനെ എണ്ണിയത് റസൂലുള്ളാഹി. മൂന്നാമത്തത് പള്ളിയുമായി, വറജുലുൻ മുഅല്ലഖുൻ ഫിൽ മസാജിദ്, പള്ളിയുമായി ഹൃദയബന്ധമുള്ള ഒരാൾ, പള്ളിയുമായി ഹൃദയബന്ധമുള്ള ഒരാൾ, പള്ളിയുടെ കാര്യങ്ങൾ തന്റെ സ്വന്തം കാര്യങ്ങളെ പോലെ കാര്യങ്ങൾ നിർവഹിക്കുന്ന ആൾ, ആ പള്ളിയുമായുള്ള ഹൃദയബന്ധം അയാൾക്ക് അർശിന്റെ തണൽ കിട്ടാൻ അത് കാരണമാകും. നാലാമത്തത് പ്രവാചകൻ പറഞ്ഞു, വറജുലുൻ തഹാബ്ബ ഫില്ലാഹി വജ്തമഅ വതഫറഖ അലൈഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുകയും അതിനുവേണ്ടി ഒരുമിച്ച് കൂടുകയും അതിൽ തന്നെ വേർപിരിയുകയും ചെയ്യുന്ന ആദർശത്തിന്റെ ദീനിന്റെ കാര്യത്തിൽ സ്നേഹിക്കുന്ന 2 സഹോദരങ്ങൾ, അവർക്കും നാളെ അള്ളാഹുവിന്റെ അർശിന്റെ തണൽ വിരിച്ചു കൊടുക്കുന്നതാണ്. അഞ്ചാമത്തതോ, തറവാടിത്തവും സൗന്ദര്യവും സമ്പത്തുമുള്ള ഒരാൾ അവിഹിതത്തിന് ക്ഷണിച്ചപ്പോൾ ഇന്നി അഖാഫുല്ലാ, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് ആ തിന്മയിൽ നിന്ന് മാറി നിന്ന ഒരു വ്യക്തി, അയാൾക്ക് ഉണ്ട് അർശിന്റെ തണൽ. ആറാമത്തത്, താൻ ദാനം ചെയ്യുമ്പോൾ, സ്വതക്ക ചെയ്യുമ്പോൾ ഇടതു കൈ അറിയാതെ വലതു കൈ കൊണ്ട് ചിലവഴിക്കുന്ന ആളുകൾ, അവർക്കും ഉണ്ട് അള്ളാഹുവിന്റെ അർശിന്റെ തണൽ. ഏഴാമത്തത് റജുലുൻ ബഖല്ല, അള്ളാഹുവിനെ ഓർത്ത് ഒറ്റക്കിരുന്ന് കരഞ്ഞ ആ ആളുകൾക്കും, മരണത്തെ ഓർത്ത്, മഹ്ശറിനെ ഓർത്ത്, ഖബറിനെ ഓർത്ത്, നരകത്തെ ഓർത്ത് ഒക്കെ കരഞ്ഞ ആളുകൾ, അവർക്കും നാളെ അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുമെന്നാണ്. അപ്പോൾ റബ്ബിന്റെ കോടതിയിൽ ഇത്തരം കാര്യങ്ങളിലൂടെ കടന്നുപോയ ആളുകൾക്ക് അവിടെ തണൽ ലഭിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ തണലിനു വേണ്ടി നമ്മൾ എന്തൊരു ഒരുക്കമാണ് നമ്മൾ നടത്തിയത് എന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഈ ചൂടിന്റെ, ഈ ചെറിയ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പരലോകത്തെ ചൂട് എത്ര കഠിനമാണ്.
അതിനേക്കാളും വലിയ ചൂടാണ് നരകത്തിലെ ചൂടെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത്ര ചൂടേകുന്ന സൂര്യനെ സംവിധാനിക്കാൻ അള്ളാഹുവിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബ് സംവിധാനിച്ച ആ നരകത്തിന്റെ ചൂട് എത്രമേൽ കഠിനമായിരിക്കും എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അല്ലെ. ചില ആളുകൾ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി ചൂടിന്റെ കാരണം പറഞ്ഞ് നന്മയിലേക്ക് ഇറങ്ങിയ ചില ആളുകളെ പിറകോട്ട് വിളിച്ച ചില ആളുകളെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്താണ്. അവർ ചില നന്മയായ ചില ധർമ്മ സമരങ്ങൾക്ക് അവരെന്ത് ചെയ്യാണ്, അവര് പുറപ്പെട്ടു പോവുകയാണ്. അപ്പോൾ പിന്നിൽ നിന്ന് ചിലര് അവര് വിളിച്ചു പറഞ്ഞത് ലാ തൻഫിറൂ ഫിൽ ഹർ, നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഈ ചൂട് കാലത്ത് നിങ്ങൾ എവിടെയാണ് പോണത്, നിങ്ങൾ ഇറങ്ങല്ലേ, ചൂടാണ്, അതിശക്തമായ ചൂടാണ്, ഇതെവിടെയാണ് നിങ്ങൾ ഇറങ്ങുന്നത്? അങ്ങനെയാണല്ലോ ചൂടിന്റെ കാഠിന്യം പറഞ്ഞ് നന്മകളിൽ നിന്ന് പുറകോട്ട് വിളിച്ച ആളുകളോട് പറയാൻ ഖുർആൻ പറയാണ്. എന്താ അവരോട് പറയേണ്ടത്? ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറ ലൗ കാനൂ യഫ്ഖഹൂൻ. ഈ ചൂട്, നരകത്തിലെ ചൂട് ഈ ചൂടിനേക്കാളും അതിശക്തമാണെന്ന് നിങ്ങൾ അവരോട് പറയുക. ആരോടാണ്? ചൂടാണ്. നിങ്ങൾ നന്മകൾക്ക് വേണ്ടി ഇറങ്ങേണ്ടതില്ല എന്ന് പറഞ്ഞ ആളുകളോട് പറയാ, ഈ ചൂടിനേക്കാൾ അതിശക്തമാണ് നരകത്തിലെ ചൂട്. ലൗ കാനൂ യഫ്ഖഹൂൻ, അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ. അതിശക്തമായ ചൂട്. ഈ ചൂടിനെ പറ്റി പിന്നെ ഹദീസിൽ നമുക്ക് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി പറഞ്ഞു, ഇദസ്തദ്ദൽ ഹർറ, ചൂട് കഠിനമായാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഫഅബ്രിദു ബിസ്സലാ, നിങ്ങൾ നമസ്കാരം കൊണ്ട് എനിക്ക് തണുപ്പേകുക. എങ്ങനെയാണ് നമസ്കാരം കൊണ്ട് കുളിർക്കൽ? നമസ്കാരത്തിൽ അവരൊരു ഹലാവത്ത് കണ്ടെത്തി, ഒരു ആസ്വാദനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളും കണ്ടെത്തി. നമസ്കാരം കൊണ്ട് ഞങ്ങൾക്ക് ആനന്ദമേകൂ എന്ന് റസൂലുള്ളാഹി പറയാണ്. ചൂടിന് ആശ്വാസം എങ്ങനെയാണ്? നമസ്കാരം കൊണ്ടാണ് അവർ കണ്ടെത്തിയത്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, നമ്മൾ ഈ അനുഭവിക്കുന്ന ചൂട് എവിടുന്നാണ്? ഫഇന്ന ശിദ്ദത്തൽ ഹദ്ദി മിൻ ഫൈഹി ജഹന്നം, നരകത്തിന്റെ അതിശക്തമായ ചൂടിൽ നിന്നുള്ള ഒരു ചെറിയ ആവി മാത്രമാണ് നമ്മൾ ദുനിയാവിൽ അനുഭവിക്കുന്ന ചൂട്. ഒരു ചെറിയ ആവി, അതിന്റെ എത്രയാണ്? വളരെ മൈന്യൂട്ട്, അത്രയും വരുന്ന ഒരു ചെറിയ ആവിയാണ് നരകം പുറത്തുവിടുന്ന ചെറിയ ആവി. അപ്പോൾ അതിന്റെ പൂർണ്ണമായ നരകത്തിന്റെ ചൂടിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നാണ്. അതിൽ നിന്നും രക്ഷപ്പെടാൻ എന്തു മാർഗങ്ങളാണ് ഞാനും നിങ്ങളും സ്വീകരിച്ചത് എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾ ഫാൻ ഒരുപക്ഷെ അതിന്റെ സ്പീഡ് പോരെങ്കിൽ നമ്മൾ അതിന്റെ സ്പീഡ് കൂട്ടാറുണ്ട്. ചൂടിന് ആശ്വാസം, നമുക്ക് അതിശക്തമായ ചൂട് അനുഭവിക്കുമ്പോൾ നമുക്ക് ആശ്വാസം ലഭിക്കുന്നില്ല. എന്നാൽ നരകത്തിൽ നമ്മൾ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്ന ആശ്വാസമേകുന്ന സംഗതികൾ പോലും അവിടെ കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതാണ് അല്ലെ. അവിടെ കൂടുതൽ പ്രയാസം ഉണ്ടാക്കുന്ന അവിടുത്തെ തണലുകളെ പറ്റി ഖുർആൻ പറഞ്ഞെന്താണ്? അവരോട് പറയും 3 ശാഖകളുള്ള തണലുകളിലേക്ക് മാറി നിൽക്കാൻ അവരോട് പറയും. എന്നിട്ടോ ലാ വലീലിം വലാ യുഗ്നി മിനൽ ലഹബ്, അതൊരിക്കലും ജ്വലിക്കുന്ന നരകത്തിലെ ആ തീജ്വാലയിൽ നിന്ന്, നരകച്ചൂടിൽ നിന്ന് അവർക്ക് ആശ്വാസം നൽകുന്നതല്ല, അവർക്ക് ഒരിക്കലും തണുപ്പേകുന്നതല്ല. അതാണ് നരകത്തിലെ തീ. 69 ഇരട്ടി ചൂടാണ് ആ നരകത്തിലെ ദുനിയാവിലെ ചൂടിനേക്കാളും. അവിടുത്തെ തീയിന്റെ ശക്തി അതാണ് അല്ലെ. അവിടുത്തെ തണലുകൾ പോലും ഇങ്ങനെയാണ്. നമ്മൾ ഒരു വെയിലത്ത് യാത്ര ചെയ്താൽ നമ്മൾ പെട്ടെന്ന് ആഗ്രഹിക്കുക, എവിടെയെങ്കിലും ഒരു തണൽ കിട്ടിയാൽ, ഒരു മരത്തിന്റെ ചുവട്ടിൽ, ഒരു ബസ് സ്റ്റോപ്പിൽ കയറിയിരുന്നാൽ നമുക്കൊരു ചെറിയ ആശ്വാസം കിട്ടാറുണ്ട്. പക്ഷെ നരകത്തിലുള്ള ഇത്തരം തണലുകൾ നമുക്ക് കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന തണലുകളാണ്. അതേപോലെ പിന്നെ പുകയുടെ തണലുകളാണ്. ഖുർആൻ പറഞ്ഞത് യഹ്മൂം, പുക കൊണ്ടുള്ള തണലുകളാണ് നരകത്തിൽ അവന് വിരിക്കപ്പെടുന്നത്. തീർത്തും ആശ്വാസകരമല്ല, അവന് തണുപ്പേകുന്നതല്ല, അവന് സംരക്ഷണം നൽകുന്നതല്ല, കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ്. പിന്നെ അവിടുത്തെ കാറ്റും, നമ്മൾ നല്ല ചൂടിൽ വിയർത്ത് നിൽക്കുമ്പോൾ നല്ല കാറ്റ് കൊണ്ടാൽ നമ്മളെ ശരീരത്തിന് ഒരു ആശ്വാസമുണ്ട്. പക്ഷെ നരകത്തിലും കാറ്റുണ്ട്. പക്ഷെ ആ കാറ്റിന്റെ പ്രത്യേകത എന്താണ്? ഫീ സമൂമിൻ വഹമീം, അവിടുത്തെ കാറ്റ് എന്താണ്? രോമകൂപങ്ങളിൽ തുളച്ചു കയറുന്ന ഉഷ്ണക്കാറ്റാണ് അവിടെ അടിച്ചു വീശുന്നത്. അപ്പൊ ആ കാറ്റ് ആശ്വാസമല്ല, അവന്റെ രോമങ്ങൾ, അവന്റെ തൊലികളെ കീറി മുറിക്കുന്ന, കരിച്ചു കളയുന്ന അതിശക്തമായ പിന്നെ കാറ്റുകളാണ് അവിടെ ഉള്ളത്. അവിടെ അവന് തണുപ്പോ സമാധാനമോ മാന്യമോ അല്ല ഇതൊന്നും. ഇനി അവിടെ വെള്ളം, നമുക്ക് ഏതൊരു നല്ല ചൂടും നല്ല വിയർത്തിരിക്കുമ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നമുക്കൊരു ആശ്വാസം കിട്ടും അല്ലെ. നടന്ന്
വന്ന് നമ്മൾ വീട്ടിലെത്തിയാൽ ഒരു സ്ഥലത്തിരുന്നാൽ ഒരു ഗ്ലാസ് വെള്ളം ബിസ്മില്ലാന്ന് ചൊല്ലി നമ്മൾ കുടിക്കുമ്പോൾ നമുക്ക് ആ ചൂടിനൊരു ശമനവും നമ്മുടെ ശരീരത്തിന് ഒരു വല്ലാത്ത ആശ്വാസവും നമുക്ക് കിട്ടാറുണ്ട്. എന്നാൽ നരകത്തിലും വെള്ളമുണ്ട്. ആ വെള്ളത്തെ പറ്റി ഖുർആൻ പറഞ്ഞെന്താ? വശാരിബൂന അലൈഹി മിനൽ ഹമീം, തിളച്ചുമറിയുന്ന വെള്ളത്തിൽ നിന്ന് അവർക്ക് കുടിക്കാൻ കൊടുക്കും. ഫശാരിബൂന ശുർബൽ ഹീം, ദാഹിച്ചു വലഞ്ഞ ഒട്ടകങ്ങൾ കുടിക്കുന്നത് പോലെ അവർ ആ വെള്ളം കുടിക്കുകയും ചെയ്യും. ഏതാണ് വെള്ളം? ഹമീം എന്ന വെള്ളമാണ്. അല്ലെ, നമുക്ക് ഇവിടുന്ന് ഒരു വെള്ളം കിട്ടുമ്പോൾ വലിയ ആശ്വാസമാണ്. നരകത്തിൽ ശിക്ഷ അനുഭവിക്കുന്ന നരകക്കാരൻ അവിടുത്തെ വെള്ളം കുടിക്കുമ്പോൾ എന്താ ഉണ്ടാകുക? ഹമീം എന്ന തിളച്ചുമറിയുന്ന അതിശക്തമായ ചുടുവെള്ളമാണ് അവന് കുടിക്കാൻ കൊടുക്കുക. അത് കുടിച്ചാൽ അപ്പൊ നമുക്ക് തോന്നും അതിശക്തമായ ചൂടുള്ള വെള്ളം, ഹമീം എന്ന ഖുർആൻ പറഞ്ഞ പേരുള്ള ആ വെള്ളം ഒരാൾക്ക് കുടിക്കാതിരുന്നാൽ പോരെ. നരകക്കാരൻ എനിക്ക് ആ വെള്ളം വേണ്ട, പക്ഷെ അത് അവന് പറ്റൂല, അവന് നോ പറയാൻ പറ്റൂല. അവൻ വെള്ളം മലക്കുകളോട് ചോദിക്കും, അതിന്റെ ഹസനത്തു ജഹന്നം നരകത്തിന്റെ കാവൽക്കാരോട് ചോദിക്കും, പക്ഷെ ആ വെള്ളം അവന് കുടിപ്പിക്കപ്പെടുന്നതാണ്. ഏതുപോലെ അവൻ കുടിക്കും? അതിശക്തമായി ചൂടുള്ള വെള്ളം രോഗം വന്ന ഒട്ടകങ്ങൾ കുടിക്കുന്നത് പോലെ ലിറ്റർ കണക്കിന് വെള്ളം. ഒട്ടകം എന്നാണ് ഖുർആൻ അതിന് പ്രയോഗിച്ചത്. ഷുർബൽ ഹീം, രോഗം ബാധിച്ചിരിക്കുന്ന ഒട്ടകങ്ങൾ കുടിക്കുന്ന പോലെ. ഒട്ടകം വെള്ളം കുടിക്കുന്നത് നമുക്കറിയാം, ധാരാളം വെള്ളം ഒന്നിച്ചു കുടിക്കും. പിന്നെ ഒട്ടകം, അതിന്റെ പൂഞ്ഞ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒട്ടകം സ്റ്റോർ ചെയ്ത് വെക്കും, ധാരാളം വെള്ളം കുടിക്കും. ഇതുപോലെ അവൻ ചൂടുവെള്ളം അവനെന്ത് ചെയ്യും? എടുത്തു കുടിക്കുന്നതാണ്. അവന്റെ ആന്തരിക അവയവങ്ങൾ പോലും കരിച്ചു കളയുന്ന, നുറുക്കിക്കളയുന്ന അതിശക്തമായ പ്രയാസം ഹമീം എന്ന വെള്ളം അവന്റെ ശരീരത്തിന്റെ ഉള്ളിൽ ഉണ്ടാക്കുന്നതാണ്. നരകത്തിനും തിളച്ചുമറിയുന്ന വെള്ളത്തിനും ഇടയിൽ അവൻ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. ഇതാണ് നരകത്തിലെ അവസ്ഥ. കാറ്റ്, തണല്, അതേപോലെ തന്നെ വെള്ളം, ഒന്നും ആശ്വാസമില്ല. ചൂട്, അത് അതിശക്തമായ ചൂട് വർദ്ധിപ്പിക്കുകയല്ലാതെ അതിനൊന്നും ആശ്വാസം നൽകുന്നതല്ല, ആശ്വാസം ലഭിക്കുന്ന ഒന്നുമില്ല. എന്നാൽ സഹോദരങ്ങളെ, ഈ ആശ്വാസം പൂർണ്ണമായ ആനന്ദത്തിന്റെയും ആശ്വാസത്തിന്റെയും പൂർണ്ണ തണലുകളുടെയും ലോകം ഏതാണ്? അത് സ്വർഗാണ്. ആ സ്വർഗത്തിലെ തണലിനെ പറ്റിയിട്ട് ഖുർആൻ പറഞ്ഞെന്താണ്? പിന്നെ റസൂലുള്ളാഹിന്റെ ഹദീസിൽ പറഞ്ഞെന്താണ്? ഇന്ന ഫിൽ ജന്നതി ഷജറതൻ, സ്വർഗത്തിൽ ഒരു ഷജറയുണ്ട്, മരമുണ്ട്. ആ മരത്തിന്റെ പ്രത്യേകത എന്താ? യസീറു റാകിബു ഫീ ളില്ലിഹാ മിഅത്തി ആമിൻ, വാഹനപ്പുറത്ത് യാത്ര ചെയ്യുന്ന യാത്രക്കാരൻ ആ മരത്തിന്റെ തണലിലൂടെ ഇങ്ങനെ യാത്ര ചെയ്താൽ എത്ര യാത്ര ചെയ്യാനുണ്ട്? മിഅത്തി ആമിൻ, 100 കൊല്ലം യാത്ര ചെയ്താലും മുറിച്ചു കടക്കാൻ കഴിയാത്ത വിദൂരമായ വലിയ വിശാലമായ ഒരു മരം. ആ മരത്തിന്റെ പേരാണ് തൂബ മരം. സ്വർഗത്തിൽ അവിടെ നമുക്ക് ശാശ്വതമായ തണൽ നൽകുന്ന ലോകം സ്വർഗമാണ്. അവിടെ കായികനികളും അതേപോലെയുള്ള കാര്യങ്ങളുമൊക്കെ നമുക്ക് പൂർണ്ണമായും ആസ്വാദനങ്ങളുടെ ലോകം അത് സ്വർഗമാണ്. അതുകൊണ്ട് തന്നെ ഈ ചൂടിൽ നിന്ന് നമുക്ക് ഭൗതികമായി നമ്മൾ സ്വീകരിക്കുന്ന സംവിധാനങ്ങൾക്ക് പോലും നമുക്ക് ആശ്വാസം നൽകുന്നില്ലെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഇതിനേക്കാൾ അതിശക്തമായ ചൂടനുഭവിക്കുന്ന പരലോകത്തും അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ശിക്ഷയുടെ കേന്ദ്രമായ ആ നരകത്തിലും അവിടെയുള്ള ചൂടിന് രക്ഷ നൽകാൻ നമ്മുടെ കൈകളിൽ എന്തുണ്ട്? അതുകൊണ്ട് തന്നെ നമ്മൾ മരണത്തിന്റെ മുമ്പ് നമ്മുടെ കൈകളിൽ എന്തു വേണം? അതിനാവശ്യമായ സൽക്കർമ്മങ്ങൾ വേണം, അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമുക്ക് വേണം, അല്ലെ? നല്ല ചൂടുകാലം കഴിഞ്ഞ് മഴ സമൃദ്ധമായി പെയ്യുമ്പോൾ നമുക്ക് വലിയ ആശ്വാസം ഉണ്ടാകാറുണ്ട്, അല്ലെ? നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞത് ഫഖുൽ സുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക. നൂഹ് നബി തന്റെ ജനതയോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹിനോട് പാപമോചനം തേടുക. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, കാർമേഘങ്ങളിൽ നിന്ന് അള്ളാഹു കോരിച്ചൊരിയുന്ന മഴ നിങ്ങൾക്ക് വർഷിപ്പിച്ചു തരും. നിങ്ങൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ മഴ കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ നരകത്തിലെ അതിശക്തമായ ചൂട് ശാശ്വതമായി അനുഭവിക്കേണ്ടി വരുന്നത് ശിർക്ക് ചെയ്തവരാണ്, അല്ലെ? അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ എല്ലാ രംഗത്തും നമുക്ക് എന്ത് ചെയ്യണം? ഹറാമുകളെ നിയന്ത്രിക്കാൻ കഴിയണം. ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ പറയുന്നത്, ഈ ചൂടിന്റെ കടുപ്പം പറയുമ്പോഴും ഇതിനേക്കാൾ അതിശക്തമായ ചൂടുള്ള നരകത്തുനിന്ന് കഴിച്ചിലാകണമെങ്കിൽ കണ്ണിനെ നിയന്ത്രിച്ചവർ, തന്റെ കാതിനെ നിയന്ത്രിച്ചവർ, തന്റെ മനസ്സിനെ നിയന്ത്രിച്ചവർ എത്ര പേർക്ക് കഴിഞ്ഞു? മനസ്സിനെയും കണ്ണിനെയും കാതിനെയും നിയന്ത്രിക്കാൻ പ്രാർത്ഥനയിൽ അള്ളാഹു എന്ന നാമത്തിന് പുറമെ പകരം മറ്റൊരു നാമം വിളിച്ചിട്ടില്ലാത്തവർ, അവർക്കാണ് നരകത്തുനിന്ന്
രക്ഷ കിട്ടുക. ഏലസും ഐക്കല്ലും ചരടും കെട്ടി അവൻ തവക്കുലാക്കിയിട്ടില്ലാത്തവർ, അവർക്കാണ് നരകത്തിൽ നിന്നുള്ള സംരക്ഷണം. മറ്റൊന്നിലും തവക്കുലാക്കാത്തവർ, അല്ലാഹുവല്ലാത്ത മറ്റൊരാളുടെ മുമ്പിലും സുജൂദ് ചെയ്യാത്തവർ, നേർച്ച വഴിപാടുകൾ നടത്താത്തവർ, മറ്റൊരാളുടെ മുമ്പിലും പ്രാർത്ഥനകൾ ഉയരാത്തവർ, അവർക്കാണ് നരകത്തിൽ നിന്ന് പ്രൊട്ടക്ഷൻ. ഈ പരിപാടികളൊക്കെ വിശ്വാസ രംഗത്തൊക്കെ ഈ അബദ്ധങ്ങൾ പേറി നടക്കുകയാണെങ്കിൽ, ഈ അന്ധവിശ്വാസങ്ങൾ പേറി നടക്കുകയാണെങ്കിൽ ഒരാളുടെ യുഗാന്തരങ്ങളോളം ജീവിതകാലം മുഴുവൻ ഖാലിദീന ഫീഹ, നരകത്തിന്റെ ആ അതിശക്തമായ ചൂടനുഭവിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നൊരു വഴിയുണ്ട്, നന്മയുടെ വഴിയുണ്ട്. ആ വഴിയിൽ നന്മകളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യണം? നമുക്ക് സാധിക്കണം, അല്ലെ? അയൽവാസിയെ ദ്രോഹിക്കാത്തവർ, മാതാപിതാക്കളോടുള്ള കടമകൾ നിർവഹിക്കുന്നവർ, മക്കളോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നവർ, അല്ലെ? ഇണകളോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നവർ, അങ്ങനെ തനിക്ക് ബന്ധപ്പെട്ട ആളുകളോട് ബാധ്യതകൾ നിർവഹിച്ച് അതിനേക്കാൾ അപ്പുറത്ത് അടിസ്ഥാനപരമായ അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിർവഹിച്ച് ജീവിതം മരണം വരെ മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്കാണ് നരകത്തിൽ നിന്ന് രക്ഷയുള്ളത്. അതാണ് ഏറ്റവും വലിയ രക്ഷ. ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിന്റെ ആ സുഖാഡംബരങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്യാനുള്ള ഭാഗ്യമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. അള്ളാഹു നമുക്ക് ആ സ്വർഗത്തിലേക്ക് കടന്ന് യഥാർത്ഥ സുഖങ്ങളുടെ, സന്തോഷങ്ങളുടെ തണലുകൾ വിരിക്കപ്പെടുന്ന ആശ്വാസത്തിന്റെ ലോകമായ ആ സ്വർഗത്തിലേക്ക് കയറാനും ആ നരകത്തിൽ നിന്ന് പൂർണ്ണമായി രക്ഷപ്പെടാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിക്കണേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയും, നമ്മൾ പറഞ്ഞത് ഈ പ്രകൃതിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങളിൽ വിശ്വാസികൾക്ക് അതിലൊക്കെ ഗുണപാഠങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്നെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിയണം. നമുക്കറിയാം, കാലാവസ്ഥ നമ്മുടെ മാറി മാറി വരുന്നത് അത് തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹിന്റെ തീരുമാനം അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ കാലത്തെ ചീത്ത പറയരുത് എന്ന പ്രവാചകന്റെ അതിശക്തമായ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ മനസ്സിലുണ്ടാകും. പലപ്പോഴും ആളുകൾക്ക് മഴ വന്നാലും തണുപ്പ് വന്നാലും ചൂട് വന്നാലും എല്ലാത്തിനും കുറ്റമാണ്. നമ്മളോട് ചോദിച്ചല്ല, അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ് പ്രകൃതിയിലെ മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തസുബ്ബു ദഹർ, നിങ്ങൾ ഒരിക്കലും കാലത്തെ ചീത്ത വിളിക്കരുത്, ശപിക്കരുത്. ഇത് ദുഷിച്ച ചൂട് അല്ലെങ്കിൽ ദുഷിച്ച മഴ നമ്മളെ ഏർപ്പാടുകൾക്ക് പറ്റുന്നില്ല എന്നതുകൊണ്ട് നമ്മൾ കാലത്തിന്റെ ഒരു സംഗതിയെ നമ്മൾ ചീത്ത പറയരുത്. ഇന്നമാ അന ദഹർ, ഞാനാണ് കാലം, ഞാനാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും സംഭവിപ്പിക്കുന്നതും എന്നല്ലാഹു പറയാണ്. അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലൂടെ പോകുമ്പോഴും നമ്മൾ അതിന്റെ ഹൈറിനെയാണ് നമ്മൾ ചോദിക്കേണ്ടത്, കുറ്റപ്പെടുത്തലുകളല്ല, അതിന്റെ ഹൈറിനെയാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത് സ്വർഗം കിട്ടുന്നത് വരെ, മരിക്കുന്നത് വരെ വിശ്രമങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നതാണ്. നമ്മൾ കഴിഞ്ഞ ഖുതുബകളിലെല്ലാം പറഞ്ഞു. മഹാനായ താബിഈ പണ്ഡിതൻ ഹസനുൽ ബസ്രി റഹിമഹുല്ലയുടെ ഒരു വാക്ക് നമുക്ക് കാണാം. ലാ യകൂനു ലിഅമലിൽ മുഅ്മിൻ അജൽ ദൂനൽ മൗത്ത്. ഒരു വിശ്വാസിയുടെ പ്രവർത്തനത്തിന് അവധിയില്ല. ഏതുവരെ? മരണം സംഭവിക്കുന്നതുവരെ അവൻ അവധിയില്ലാത്ത പ്രവർത്തനമാണ്. നമുക്കറിയാം, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ഒരു വേനൽ അവധിയിലേക്ക് കടന്നിരിക്കുന്ന ഒരു സമയമാണ്. ഇവിടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നന്മകൾക്ക് എവിടെയും അവധികളില്ല. എന്നാൽ ഈ അവധിക്കാലത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ പുതിയ കാലഘട്ടത്തിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2 മാസം, ഏപ്രിൽ മെയ് മാസങ്ങൾ അവർക്കൊരു വെക്കേഷൻ കാലഘട്ടമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് ഒരുപാട് ഒഴിവ് സമയങ്ങൾ അവർക്ക് ലഭിക്കും. അപ്പൊ ഇവിടെയാണ് പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയ ഒരു വചനം. 2 അനുഗ്രഹങ്ങളിൽ കൂടുതൽ ആളുകളും വഞ്ചിതരാണ്, അവിടെ വഞ്ചിക്കപ്പെടുകയാണ്. 2 അനുഗ്രഹങ്ങളിൽ അവരതിൽ നിന്ന് അശ്രദ്ധമാവുകയാണ്. ഏതൊക്കെയാണ് 2 അനുഗ്രഹം? നിഅമതാനി മഖ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ്. ജനങ്ങളിൽ അധിക പേരും അശ്രദ്ധരാണ് ആ 2 അനുഗ്രഹങ്ങളിൽ. അസ്വിഹത്തു വൽ ഫറാഗ്, ഒന്ന് ആരോഗ്യമാണ്, 2 ഒഴിവ് സമയമാണ്. ഇത് രണ്ടും നമ്മുടെ മക്കൾക്ക് ഈ 2 മാസം ഉണ്ട് പൂർണ്ണമായിട്ടും, ആരോഗ്യവും ഒഴിവ് സമയവും.
അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഒഴിവ് സമയത്തെ പാഴാക്കുന്നത് പരലോകത്ത് വലിയ നഷ്ടമാകും. അതുകൊണ്ട് തന്നെ റസൂൽ അലൈഹി സ്വലം പറഞ്ഞില്ല, 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ 5 കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. മരണത്തിന് മുമ്പ് ജീവിതത്തെ, വാർദ്ധക്യത്തിന് മുമ്പ് നിങ്ങളുടെ യുവത്വത്തെ, അതേപോലെ രോഗാവസ്ഥക്ക് മുമ്പുള്ള ആരോഗ്യത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക, ദാരിദ്രാവസ്ഥക്ക് മുമ്പുള്ള നിങ്ങളുടെ സാമ്പത്തികാവസ്ഥ, അതെല്ലാം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ ഉപയോഗപ്പെടുത്താൻ, അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ അള്ളാഹു ചോദിക്കും. നമുക്ക് ഒഴിവ് സമയം കിട്ടി, ആരോഗ്യം കിട്ടി, പക്ഷെ എല്ലാം ഒരു പൈശാചികമായി നമ്മുടെ നാട്ടിൽ പുതിയ ട്രെൻഡുകളും പുതിയ സംഗതികളുടെ കൂടെ സഞ്ചരിക്കാൻ എളുപ്പമാണ്. എന്നാൽ അതിൽ നിന്ന് മാറി നമുക്ക് കൃത്യമായ ഒരു പ്ലാനിങ്, വെക്കേഷൻ പ്ലാനിങ് എന്ത് ചെയ്യണം, നമുക്കുണ്ടാകണം. ഇവിടെ രക്ഷിതാക്കളെ ശ്രദ്ധിക്കേണ്ടത്, മക്കൾ അള്ളാഹു നൽകിയ അമാനത്താണ്. വല്ലദീന ഹും ലി അമാനാതിഹിം വഅഹദിഹിം റാഊൻ. അല്ലെ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചു എന്ന് പറഞ്ഞ അവരുടെ 10 ക്വാളിറ്റികൾ സൂറത്ത് മുഅ്മിനൂനിൽ ഉണ്ട്. അതിൽ ഒന്നെന്താ? അവരുടെ അമാനത്തുകൾ കൃത്യമായി നിർവഹിക്കുന്നവരാണ്. അപ്പൊ മക്കൾ അമാനത്താണ്. എങ്ങനെങ്കിലൊക്കെ കയറുവരി വിടാൻ നമുക്ക് പറ്റൂല. അവർക്ക് പ്ലാനിങ്ങുകൾ വെച്ചു കൊടുക്കണം. അവര് ഹറാമായ വഴികളിലേക്ക് പോകുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അപ്പൊ അവരെ നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കുക എന്നത് ഒരു രക്ഷിതാവിന്റെ, പാരന്റ്സിന്റെ പ്രാഥമികമായ കടമയാണ്. അതുകൊണ്ട് തന്നെ സ്ക്രീൻ നിയന്ത്രണം എന്താണ്? ഈ വെക്കേഷൻ കാലത്ത് അപകടകാരിയായ സംഗതി എന്താണ്? സോഷ്യൽ മീഡിയയാണ്. അപ്പോ അതൊരു കുട്ടിക്കളിയല്ല സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. 16 വയസ്സ് പരിധി, 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സ്വന്തമായി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പാടില്ല എന്ന നിലപാട്, അല്ലെ, ലോകത്ത് പല രാജ്യങ്ങളും നിയമം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളിൽ നിയമം കൊണ്ടുവരികയാണ്. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അവരുടെ പേഴ്സണൽ അക്കൗണ്ടുകൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന നിയമങ്ങൾ. കാരണം അത് വിദ്യാർത്ഥികളിൽ, പുതിയ ജനറേഷനിൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായി സോഷ്യൽ മീഡിയ അനിയന്ത്രിതമായി നമ്മുടെ മൊബൈൽ കുട്ടികളുടെ കൈകളിലേക്ക് വിട്ടുകൊടുക്കുന്ന രീതി, അതിലൂടെ എന്തൊക്കെയാണ് കാണുന്നത്, എവിടെ കൂടിയാണ് അവൻ പോകുന്നത്, ഒന്നും നമ്മൾ അറിയില്ല. എത്രയോ മണിക്കൂറുകൾ അവരെന്ത് ചെയ്യാണ്, സ്ക്രീനിന് മുന്നിലാണ്. അതുകൊണ്ട് തന്നെ പാരന്റൽ കൺട്രോൾ മക്കൾക്ക് മൊബൈൽ നൽകുന്നുണ്ടെങ്കിൽ മൊബൈൽ, അവിടെ ഗൂഗിൾ ഫാമിലി ലിങ്കുകൾ ഉണ്ട്. അവിടെ പാരന്റൽ കൺട്രോൾ ആപ്പുകൾ ഉപയോഗിച്ച് നമുക്ക് നിരീക്ഷിക്കണം എവിടെയാണ് പോകുന്നത്. നമ്മുടെ ശ്രദ്ധ നമ്മുടെ അമാനത്താകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ശ്രദ്ധയും സൂക്ഷ്മതയും, എവിടൊക്കെയാണ് അവൻ, ഏതൊക്കെ സൈറ്റിലൂടെയാണ് അവൻ കടന്നു പോകുന്നത്, അതിന്റെ അപകടങ്ങൾ, സൈബർ തട്ടിപ്പുകൾ, അശ്ലീല കണ്ടന്റുകളുള്ള അത്തരം വീഡിയോകൾ, ചിത്രങ്ങൾ, അക്രമവാസന വളർത്തുന്ന ചില ഗെയിമുകൾ, അതിലൊക്കെ കുട്ടികൾ അഡിക്ഷൻ ആവുകയാണ്. അല്ലെ, അവരുടെ സംസാരത്തിലും അവന്റെ ആ പ്രവർത്തനങ്ങളിലൊക്കെ അത് പ്രതിഫലിക്കുകയാണ്. അക്രമ സ്വഭാവം രൂപപ്പെടുന്ന അങ്ങനെ ഗെയിം അഡിക്ഷൻ ആവുകയാണ്. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യണം? അതിന് ക്രിയാത്മകമായ ബദൽ സംവിധാനം എന്ത് എന്നതാണ് മറ്റൊന്ന്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ അതിനൊരു ബദൽ സംവിധാനം നമുക്ക് വേണം. അതിനാണ് ഞാൻ പറഞ്ഞത്, പ്ലാനിങ് നമുക്ക് ഉണ്ടാകണം. അപ്പൊ നമ്മൾ പൂർണ്ണമായും അവരെ അടച്ചുകൂട്ടി നമ്മുടേതായ ഒരു കാർക്കശ്യത്തിൽ നിലനിർത്തുകയാണോ ചെയ്യേണ്ടത്? അവർക്ക് ഓഫ്ലൈൻ ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്യണം? ഉണ്ടായി കൊടുക്കണം. വായന പിന്നെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന പുസ്തകങ്ങൾ വാങ്ങി നൽകാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ ഓൺലൈൻ പഠന സംവിധാനങ്ങളുണ്ട്. ഹിഫ്ള് ചെയ്യാൻ വേണ്ടി, ഖുർആൻ പാരായണം മെച്ചപ്പെടുത്താൻ വേണ്ടിയൊക്കെയുള്ള പിന്നെ കോഴ്സുകളുണ്ട്. ആ കോഴ്സുകൾ നമ്മുടെ കുട്ടികളിലേക്ക് എന്ത് ചെയ്യണം? ആ കാര്യങ്ങളിലേക്ക് അവരെ നമ്മൾ കണക്ട് ചെയ്ത് കൊണ്ടുവരണം. പിന്നെ കളിക്കളങ്ങൾ, വീട്ടിനുള്ളിലാണ് കുട്ടികളുള്ളത്. അസർ കഴിഞ്ഞിട്ടും കുട്ടി മൊബൈലിലാണ് അവന്റെ കളികൾ മുഴുവൻ. അപ്പൊ ഓഫ്ലൈൻ സംവിധാനങ്ങൾ, അവൻ മണ്ണിലേക്ക് ഇറങ്ങണം. വീട്ടിനുള്ളിലെ സ്ക്രീൻ ജീവിതത്തിൽ നിന്ന് അവരെ മൈതാനങ്ങളിലേക്ക് ഇറക്കി വിടുക. ശാരീരികമായ ആരോഗ്യവും ആത്മവിശ്വാസവും അത് വർദ്ധിപ്പിക്കും. അപ്പൊ എന്ത് ചെയ്യണം? അത്യാവശ്യം ക്രിക്കറ്റോ ഫുട്ബോളോ, അവന്റെ ശാരീരികമായ മാനസികമായ ഉന്മേഷങ്ങൾക്ക് കായികമായ അത്തരം ആക്ടിവിറ്റീസുകൾ വെച്ചു കൊടുക്കാൻ നമുക്ക് പറ്റണം. സ്ഥിരമായി കംപ്ലീറ്റ് 24 മണിക്കൂറിൽ എത്ര മണിക്കൂറുകളാണ് അവൻ സ്ക്രീനിന് മുമ്പിൽ ചെലവഴിക്കുന്നത്. അതേപോലെ തന്നെ അത്തരം ക്യാമ്പുകൾ കണ്ടെത്തണം. നമ്മൾ വെക്കേഷൻ കാലഘട്ടത്തിൽ റെസിഡൻഷ്യൽ ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. താമസിച്ച് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ ക്യാമ്പുകളുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ കുട്ടികളുടെ പ്രശ്നങ്ങൾ മാത്രം പറയും, പരിഹാരം പറയുമ്പോൾ അതിലേക്ക് നമ്മൾ എത്തൂല, ക്യാമ്പിലെത്തൂല. ആ ക്യാമ്പിന് വരാത്തത് എന്താണ്? നമ്മൾ കുറെ ന്യായങ്ങൾ പറയും, ഓൻ അവിടെ പോകാനുണ്ട്, ഇവിടെ പോകാനുണ്ട്, ക്യാമ്പിലെത്തൂല. എന്നാൽ പ്രശ്നം പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ് പരിഹാരത്തിന്റെ വഴി സ്വീകരിക്കാത്തത്?
ക്യാമ്പുകൾ എത്തുമ്പോഴാണ് ചില ആളുകൾ അവര് ദീന് പഠിച്ചു, ഹദീസ് പഠിച്ചു, ഖുർആൻ പഠിച്ചു, അള്ളാഹുവിനെയും റസൂലിനെയും മനസ്സിലാക്കി, മരണവും ഖബറും മാതാപിതാക്കളുടെ കടമയും മനസ്സിലാക്കിയപ്പോഴാണ് അവന്റെ ജീവിതത്തിൽ ടേണിംഗ് പോയിന്റായി മാറിയത്. അത്തരം ക്യാമ്പുകളിൽ, അത്തരം ക്ലാസ്സുകളിൽ അവരെന്ത് ചെയ്യണം? അവരെ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്ക് ഉണ്ടാകണം. അതേപോലെ രക്ഷിതാക്കൾ എന്ത് ചെയ്യണം? അതിൽ മാതൃകകളായി മാറണം, സ്വയം തിരുത്തണം. കുട്ടികളെ നന്നാക്കുന്നതിന് മുമ്പ് സ്വയം തെറ്റുകൾ തിരുത്തണം. കാരണം കുട്ടികളുടെ കണ്ണുകളെ രക്ഷിതാക്കളെയാണ് പിന്തുടരുന്നത്. നമ്മുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് പേരൻസ് ആണ്. നമ്മളെ കയ്യിൽ സ്ക്രീൻ സമയം നമ്മൾ കുറച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അവരോട് പറയാ? നമ്മൾ മുഴുവൻ ഫോൺ മാറ്റാൻ പറയുന്നു, എന്നാൽ നമ്മൾ പൂർണ്ണമായും ആ സ്ക്രീൻ അഡിക്ഷനിലാണ് നമ്മളുള്ളത്. രണ്ടും ഒന്നാകൂല. അതുകൊണ്ട് തന്നെ നമ്മൾ തിരുത്തണം, മക്കളും ആ വഴിയിൽ വരണം. അതുകൊണ്ട് തന്നെ അവധിക്കാല പ്ലാനിങ്ങുകൾ, നമ്മൾ സമയക്രമങ്ങൾ ഉണ്ടാക്കണം. അവൻ ഉറക്കം തെളിയുന്ന സമയം, അവൻ ആരാധനകൾക്ക് വരുന്ന സമയം, അവന്റെ കളിയും വായനയും കൃത്യമായ ഷെഡ്യൂൾ കുട്ടികളുമായി ചർച്ച ചെയ്തുണ്ടാക്കണം. കുടുംബ വീടുകളിൽ സന്ദർശിക്കണം. പലപ്പോഴും ഉമ്മാന്റെ കുടുംബം, ഉപ്പാന്റെ കുടുംബം അവളെ മക്കൾക്ക് അറിയില്ല. എവിടുന്നെങ്കിലും കല്യാണത്തിന് കണ്ടാൽ ചോദിച്ചാൽ ഇതാരാണ് എന്ന് ചോദിച്ചാൽ അവനിങ്ങനെ മേലോട്ട് പോകും, ഇതാരാണ് ഓനറിയില്ല. അപ്പോ അവരെ പരിചയപ്പെടുത്തി കൊടുക്കണം. വീടുകളിൽ പോവുക, ഇതാ ഇന്ന ആളുടെ വീടാണിത്, ഇന്ന ആളുടെ വീടാണ്, അവരായിട്ട് ഇന്ററാക്ട് ചെയ്യുക. ആ നിലക്ക് അത്തരം സന്ദർശനങ്ങൾ നടത്തുക. സിലത്തുർ റഹീം, കുടുംബ ബന്ധങ്ങൾ പുതുക്കാൻ അവധിക്കാലത്തെ മാറ്റിവെക്കുക. അത്യാവശ്യം യാത്രകളൊക്കെ ആവാം. അതേപോലെ പള്ളിയുമായി അവനെ ബന്ധപ്പെടുത്തുക. ഈ പരിസരത്തുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ ഈ പള്ളിയിൽ 5 നേരത്തെ ജമാഅത്തുകളിൽ, നമ്മുടെ ഈ ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവരെവിടെയാണ്? അവര് വീടുകളിൽ തന്നെ ഉണ്ട്. അവരെ നമ്മളെ കൂടെ കൂട്ടുക. ജമാഅത്തുകൾക്ക് അവർക്ക് എന്താണ് പ്രശ്നം? സുബഹി ജമാഅത്തിന് കൂടെ കൂട്ടുക. നമ്മുടെ ബൈക്കിൽ, നമ്മുടെ വണ്ടിയിൽ അവരുടെ കൂടെ കൂട്ടി എന്ത് ചെയ്യുക? നമ്മൾ പള്ളികളുമായി അവരെ ബന്ധപ്പെടുത്തുക. പള്ളിയിലെ ദീനി പഠന സംരംഭങ്ങളിലേക്ക് അവരെ ചേർത്ത് വെക്കുക. ദഅവ സംരംഭങ്ങളിലേക്ക് അവരുടെ കഴിവുകൾ എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക. ആ നിലക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഡിജിറ്റൽ തടവറയിൽ നിന്ന് നമ്മൾ മോചിപ്പിക്കുക. അതിനുവേണ്ടിയുള്ള ആക്ടിവിറ്റീസുകൾ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് നമ്മളിലേക്ക് വരുന്നത്. ഈ സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തും തെരഞ്ഞെടുപ്പിന്റെ മറവിൽ ഒരു മുസ്ലിം ഐഡന്റിറ്റിക്ക് നിരക്കാത്ത എന്തും, ആരെ പറ്റിയും എന്തും എങ്ങനെയും പറയാമെന്ന ഒരു നിലപാട് ഒരിക്കലും വിശ്വാസികൾ എന്ന നിലയിൽ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല എന്നത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ വിജയിക്കാനും അത് പരാജയപ്പെടാനും ഒക്കെ ആളുണ്ട്. യഥാർത്ഥമായ വിജയം അത് പരലോകത്തെ വിജയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന രൂപത്തിലുള്ള എതിരാളികൾക്ക് നേരെയുള്ള അത്തരം സംസാരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ എന്തു തിന്മകളും ഇസ്ലാം അംഗീകരിക്കാത്ത ഏത് റൂട്ടുകളും എന്തിനും ഉപയോഗിക്കാമെന്ന രീതി നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അത്തരം പകവെച്ച് പുലർത്തൽ, ബന്ധം മുറിക്കൽ, പിണങ്ങൽ, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേപോലെ വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ടവരോടൊപ്പം അല്ലാതെ ഒരു സ്ത്രീയും യാത്ര ചെയ്യരുത്. അതേപോലെ തന്നെയുള്ള കാര്യങ്ങൾ, അടിസ്ഥാന കാര്യങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ ജമാഅത്തുകൾ, നമ്മുടെ ഖുർആൻ പാരായണം, മറ്റു കാര്യങ്ങൾ, സംഗീതങ്ങൾ, ഇതൊന്നും ഇത്തരം പശ്ചാത്തലങ്ങളിൽ നമുക്ക് ഹലാലായി മാറുന്നില്ല. ഇസ്ലാം വെച്ച അതിർവരമ്പുകൾ കടന്നു ചെല്ലാൻ, അതിനെ മറികടക്കാൻ നമ്മൾ എന്ത് ചെയ്യരുത്? ശ്രമിക്കരുത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. എന്നാൽ ഒരിക്കലും ഇസ്ലാം അരാഷ്ട്രീയവാദം പഠിപ്പിക്കുന്നില്ല. രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുണ്ട്. അതിൽ നമുക്ക് എവിടെയാണ് കൃത്യമായി മതേതരത്വത്തെയും നമ്മുടെ ഒരു മതസ്വാതന്ത്ര്യത്തെയും മതപ്രബോധനത്തെയും ഒക്കെ നിലനിന്ന് കിട്ടാനുള്ള പ്രാർത്ഥനയും അത്തരം ഇടപെടലുകളും ഒക്കെ നമ്മളിൽ ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അരാഷ്ട്രീയവാദമില്ല, എന്നാൽ ഇസ്ലാമിന്റെ ആ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ഇത്തരം കാര്യങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം ആളുകൾ അള്ളാഹു ഇനി അവർക്ക് ശിഫ നൽകണമേ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾ അള്ളാഹു ഇനി അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഫലസ്തീനിലെ, ലോകത്തെ മറ്റു പല രാജ്യങ്ങളിലും വലിയ ആശങ്കകളിൽ കഴിയുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് അല്ലാഹു ഇനി നിർഭയത്വവും സമാധാനവും വിജയവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين.